ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഷോ ഇതാ ബാക്കിൽ ഒരാളുണ്ട് കേട്ടോ. ഇതിനെ ഞാൻ മേശമേ കയറ്റിയിരുത്തിയതാണ്. അപ്പോൾ ഇപ്പം സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ വൈകുന്നേരം റേഷൻ കടയിലൊക്കെ പോയി, ഞങ്ങൾ 4 ആളും കൂടെയാണ് കേട്ടോ അരി വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഹായ് പറയൂ കുഞ്ഞു. അപ്പം ഞങ്ങൾ കടയിൽ റേഷൻ കടയിൽ പോയി വന്നു അരിയൊക്കെ വാങ്ങി. അപ്പോൾ വൈകിട്ടത്തേക്ക് ഇത്തിരി ചോറ് കമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് വെക്കാൻ പോവുകയാണ്. ഇന്നിവിടെ ആരുമില്ല കേട്ടോ, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഒന്നെടുത്തിടേത് അപ്പോൾ പപ്പല്ല, പപ്പടല്ല, എന്താണ് അതിലില്ല, എന്താണ്. അപ്പം എനിക്ക് ഇന്ന് ചോറുണ്ടാക്കണം, പിന്നെ നാളത്തേക്ക് വേണ്ട ചപ്പാത്തി റെഡിയാക്കണം, ചപ്പാത്തി പരത്തി വെക്കണം, കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. പപ്പു തരാം. ലിതുമോൾ അപ്പുറത്തിരുന്ന് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരി ഇടുന്നതിന് മുന്നായിട്ട് ഞാനിവിടെ ചപ്പാത്തിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വെക്കിയത് പരത്താനുള്ളതാണ്. രാവിലെ എനിക്ക് കഴിയൂല, കാരണം ഇവിടെ ആരില്ലാത്തതിനെ കൊണ്ട്, ചേച്ചിമാരൊന്നും ഇല്ല. അപ്പോൾ ഞാൻ രാത്രി പരത്തി വെക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിമാരൊക്കെ അവരുടെ വീട്ടിൽ പോയതുകൊണ്ട് രാവിലെ ചെറുത് എൻ്റെ കൂടെ എഴുന്നേക്കും. അപ്പോൾ എനിക്ക് ഒന്നിനും ചില സമയത്തൊക്കെ അവൾ ഉറങ്ങും കേട്ടോ, ഒരുപാട് നേരമൊക്കെ ഉറങ്ങും. പക്ഷേ ചില സമയത്ത് വേഗം എണീക്കും. അപ്പം നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞാൻ ചപ്പാത്തിക്ക് അവിടെ പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം നമുക്ക് കഴുകി വെക്കാനുണ്ട്. പാത്രം ഇത് വൈകുന്നേരം എല്ലാവരും ചായ ഒക്കെ കുടിച്ച പാത്രങ്ങളാണ് കേട്ടോ. അവിടെ ലിതുമോളെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ചെറുതിനെയും കുട്ടി കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ വിളി കേൾക്കേണ്ടി വരും. ഇടക്കിടക്ക് ഇങ്ങനെ അമ്മ അമ്മ എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഗൈസ്, ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ഉരുളാക്കി ചെറുതിന് കൊടുക്കും കേട്ടോ. ഇത് അവക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്, അവക്ക് പരത്തി കളിക്കാൻ. അല്ലെങ്കിൽ ഇത് എന്നെ പരത്താൻ സമ്മതിക്കൂല. അപ്പം ഞാനിത് ചപ്പാത്തി കുഴച്ചോണ്ടിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പത്തേക്കല്ല കേട്ടോ, രാത്രിക്കല്ല. ഇത് നാളെ രാവിലെ അച്ഛനും ഏട്ടനൊക്കെ രാവിലെ നേരത്തെ പണിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് നേരത്തെ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോൾ എണീക്കണം അപ്പൻ്റെ കൂടെ ഇത് നീക്കും, ചെറുത് നീക്കും കേട്ടോ. ചില സമയത്ത് മാത്രമേ നേരം വൈകിയൊക്കെ നേരം വൈകി അതന്നെയല്ലേ പറഞ്ഞത്, നേരം വൈകി എണീക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണരും. നല്ലോണം സോഫ്റ്റ് ആക്കാൻ. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഓരോ റൗണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിത് പരത്താൻ തുടങ്ങാം. ചെറുത് ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തേനി, അപ്പം അച്ഛനും ഏട്ടനും രാവിലെ നേരത്തെ ചായ കുടിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഒന്ന് രാവിലെ ചായ ഒന്നും വേണ്ട, ചെറിയ രാവിലെ ചായ കുടിക്കുകയല്ലേ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്തച്ചികൾ എന്നോട് പറയും, എനിക്ക് നല്ല സുഖമാണ്, ഇനി സ്വന്തം വീടൊക്കെ ആയാൽ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ ഒന്നും ഉണ്ടാക്കണ്ട, കാരണം ചെറിയ പണിക്ക് പോകുമ്പോൾ ചായ ഒന്നും കുടിക്കുകയല്ല. ആദ്യമൊക്കെ കുടിച്ചിരുന്നു കേട്ടോ, പിന്നെ കുടിക്കാതെ ആയതാണ്. ഇത് ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അമ്മ എന്നെ നോക്കാൻ ഏൽപ്പിച്ചാണ് കേട്ടോ. അമ്മ ചപ്പാത്തി പരത്തുകയാണ്, നിലത്തിരുന്ന് കളിക്കുകയാണ്. ഗൈസ്, അച്ഛനും ഏട്ടനും കല്യാണത്തിന് പോയതാണ്. പിന്നെ വലിയ ഏട്ടനാട്ടോ അച്ഛൻ്റെ കൂടെ കല്യാണത്തിന് പോയത്, ചെറിയ ഏട്ടന് ഭാര്യ വീട്ടിൽ പോയതാണ്. അപ്പം ഇന്നിപ്പം ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഞാനും ചെറിയും ലിതുമോളും ചെറുതുമാണ് ഇട്ടുള്ളത്. ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഇത് കറി എന്താണെന്ന് ഞാൻ കാണിച്ചാൽ. ഗൈസ്, എൻ്റെ കുട്ടീൻ്റെ മൂഡ് മാറി ഗൈസ്. എങ്ങനെ ഞാൻ കറി ഉണ്ടാക്കും,
ഇത് മുട്ട പുഴുങ്ങിയിട്ടുള്ള കറി കേട്ടോ. ആ അപ്പൊ എടുക്കാം. ഞാനിന്ന് മുട്ട പുഴുങ്ങിയിട്ട് യൂട്യൂബിൽ കണ്ട ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. അതിൽ ഇതുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹലോ ഒന്നും കൂടെ നോക്കൂ. ഇല്ല അതാവുമ്പോഴും അവൾ മുട്ട പുഴുങ്ങിയത് തോല് പൊളിക്കുകയാണ്. ഇവിടെ പൊളിച്ച് വെച്ചതുണ്ട് കേട്ടോ. ഞാനിവിടെ സവാളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് എൻ്റെ മുട്ടക്കറി ഇവിടെ റെഡിയായി ഗൈസ്. ക്യാമറയിലേക്ക് ആവിയൊക്കെ പാറി വരുന്നുണ്ട്. അടിപൊളി മുട്ടക്കറി, സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പം ഇനി മേല് കഴുകണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൈസ്. അപ്പം എൻ്റെ പാചകമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഗൈസ് എന്നാണ് ചെറുത് പറയുന്നത്. സോപ്പൊക്കെ എടുത്ത് ഞങ്ങൾ മേല് കഴുകാൻ റെഡിയായി നിൽക്കുകയാണ്. മേല് കഴുകിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ അല്ലേ? യെസ് പറയും ഗൈസ് വിളിക്ക്. അപ്പോൾ ലിതുമോള് ഇവിടെ അല്ല കേട്ടോ. ലിതുമോള് ചെറീനെ കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ഓടി. അപ്പം ഞങ്ങൾ രണ്ടാളും മേല് കഴുകാൻ നിൽക്കുകയാണ്. ഏട്ടൻ അപ്പോഴേക്കും കുളിമുറിയിൽ കയറിയിട്ടോ. ഇനി ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ കഴുകാൻ വേണ്ടിയില്ലേ? എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.